അഡീഷൻ ഓഫ് അൺലൈക്ക് ഫ്രാക്ഷൻ നമ്പേഴ്സ് എങ്ങനെ ആഡ് ചെയ്യാം? അൺലൈക്ക് ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഫ്രാക്ഷൻ നമ്പറിലെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ടാകും. ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആയി വരാം. 2/3 + 4/5. അപ്പോൾ ഇതിലെ ഡിനോമിനേറ്റർ 3ഉം 5ഉം ആണ്. അവർ ഡിഫറെൻ്റ് ആയി വന്നു. ഇപ്പോൾ ഇതെന്താണ്? അൺലൈക്ക് ഫ്രാക്ഷൻ ആണ്. എങ്ങനെ നമുക്ക് ഇവരെ ആഡ് ചെയ്യാം? ഇതിനുപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ്. 2/3യുടെ 2ഉം 4/5ൻ്റെ 5ഉം തമ്മിൽ ക്രോസ് കെടുക്കുന്നവർ ഒരു ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ, അതുപോലെ ഒരു ന്യൂമറേറ്റർ ഒരു ഡിനോമിനേറ്റർ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മുകളിൽ കിടക്കുന്നത് ഏതാണ്? 2. ആരൊക്കെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക? 2ഉം 5ഉം, മറ്റേത് 4ഉം 3ഉം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 × 5 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? 2 × 5 പ്ലസ് പിന്നെ ആരാണ്? 4 × 3 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റേഴ്സ് ഡിഫറെൻ്റ് ആയി കിടക്കുന്നത് ആരാണോ അവർ തമ്മിൽ വീണ്ടും മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 3 × 5. അപ്പോൾ 2 × 5 എത്രയാണ്? 10 പ്ലസ് 4 × 3 12/15. അപ്പോൾ 10 + 12 എത്രയാണ്? 22. 22/15. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7/2 + 5/3. അൺലൈക്ക് ഫ്രാക്ഷൻ ആണ്. ഡിനോമിനേറ്റേഴ്സ് ഡിഫറെൻ്റ് ആണ്. എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യണം. അപ്പോൾ ആദ്യം കിടക്കുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷനിൽ വരിക 7ഉം 3ഉം 5ഉം 2ഉം അല്ലേ? അപ്പോൾ എന്താ? 7 × 3 പ്ലസ് 5 × 2 ഡിവൈഡഡ് ബൈ 2 × 3. അപ്പോൾ ഇവർ എത്രയാണ്? 21. 7 × 3 21. 21 പ്ലസ് 10/6. അപ്പോൾ 31/6. നെക്സ്റ്റ് 8/5 + 3/2. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സാണ്. 8 × 2 3 × 5/5 × 2. അപ്പോൾ എന്താ? 8 × 2 3 × 5 × 5 × 2. 8 × 2 എന്ന് വെച്ചാൽ 16 പ്ലസ് 3 × 5 എന്ന് വെച്ചാൽ 15/5 × 2 10. ആൻസർ 16 + 15 = 31/10. ഓക്കെ, മനസ്സിലായല്ലോ?